ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വീശി ഒന്നും അടിക്കാതെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറാട്ടയാണ് കേട്ടോ. ആദ്യമായിട്ട് പൊറാട്ട ഉണ്ടാക്കുന്നവർക്ക് പോലും ഈസി ആയിട്ടും അതേപോലെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കാണിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുക്കുന്നത് 1 കപ്പ് മൈദപ്പൊടിയാണ് കേട്ടോ. ഈ 1 കപ്പ് മൈദപ്പൊടി വെച്ചിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു 10 പൊറാട്ടയെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് പൊറാട്ട ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ മൈദപ്പൊടിൻ്റെ അളവൊന്ന് കൂട്ടിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂടെ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ പാലൊന്നും ചേർത്ത് കൊടുക്കണില്ല. പാലൊന്നും ചേർത്തിട്ടില്ലെങ്കിലും പൊറാട്ട നല്ല സോഫ്റ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 1 മുട്ട കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതെല്ലാം കൂടി കൈ വെച്ചിട്ട് ആദ്യം ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം. ഞാൻ ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഓയിലും കൂടി ചേർത്തിട്ട് ഈ മാവ് ഒന്നും കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഓയിൽ ചേർത്ത് കൊടുത്ത ശേഷം മാവ് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മാവ് ഒന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് ചുടുവെള്ളം വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഈ മാവ് നമ്മൾ ചുടുവെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത്. സാധാരണ നമ്മൾ പൊറാട്ട ഉണ്ടാക്കുമ്പോൾ പച്ചവെള്ളത്തിലാണ് കുഴച്ചെടുക്കുക. ഇത് 10 മിനിറ്റിൽ റെഡിയാക്കുന്ന പൊറാട്ട ആയതുകൊണ്ട് തന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും വെക്കണ്ട. നമ്മൾ ചുടുവെള്ളത്തിൽ കുഴച്ചെടുത്താൽ മതി. നമുക്ക് കൈ വെച്ച് കുഴച്ചെടുക്കാൻ പറ്റുന്ന ചൂടിലുള്ള വെള്ളം വേണം ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളത്തിന് കൃത്യം അളവൊന്നുമില്ല. മാവ് സോഫ്റ്റായി വരുന്നവരെ നോക്കി ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ മാവ് ഇങ്ങനെ ആവുന്നവരെ വേണം കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചുടുവെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഈ മാവ് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്ന് നല്ലോണം കുഴച്ചെടുക്കണം. എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറാട്ട കിട്ടുള്ളൂ. അപ്പോൾ അതിനായിട്ട് കൗണ്ടർ ടോപ്പിൽ ആദ്യം കുറച്ച് ഓയിലാക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ഈ മാവ് ഒരു 5 മിനിറ്റെങ്കിലും നല്ലോണം കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുമ്പോൾ മാവ് ഒന്നുകൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഓയിലാക്കിയിട്ട് കുഴച്ചെടുക്കുമ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതാ മാവ് ഇവിടെ നല്ല സോഫ്റ്റിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോ ബോൾസ് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ വേണം ബോൾസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം വലിപ്പമുള്ള ബോൾസ് വേണം ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഓരോ ബോൾസ് ആക്കിയെടുക്കുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് എണ്ണ ആക്കി കൊടുക്കണം. അതേപോലെ തന്നെ അത് വെക്കുന്ന പാത്രത്തിലും എണ്ണ ആക്കി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ മാവ് നല്ലോണം ഡ്രൈ ആയി പോവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുമ്പോഴും മാവിലേക്ക് എണ്ണ ആക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ തന്നെ എല്ലാതും ബോൾസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ കൗണ്ടർ ടോപ്പിൽ ഒന്നും കൂടി എണ്ണ ആക്കി കൊടുക്കണം. ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ മാവ് പരത്തിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാവർക്കും ആവുന്ന പോലെ വേണം എണ്ണ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബോൾസിൽ നിന്ന് ഒരു ബോൾ എടുത്തിട്ട് കൈ വെച്ച് ഒന്ന് നല്ലോണം പരത്തി കൊടുക്കുക. സെൻറ്റർ ഭാഗത്തൊന്നും കട്ടിയില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് നല്ലോണം പരത്തിയെടുക്കുന്നത്. എന്നിട്ട് നമ്മളിത് കോല് വെച്ചിട്ട് നല്ലോണം നമുക്ക് മാക്സിമം നമ്മളെ കൊണ്ട് എത്രത്തോളം പരത്തിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം പരത്തിയെടുക്കുക കേട്ടോ. പൊട്ടിപ്പോയാലൊന്നും കുഴപ്പമില്ല. നമ്മൾ മാക്സിമം തിന്നാക്കിയിട്ട് പരത്താൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ നല്ലോണം പരത്തി കിട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഓയിലാക്കി കൊടുത്താൽ മതി. അപ്പോൾ നല്ലോണം പരന്ന് കിട്ടിക്കോളും. പൊറാട്ട വീശാൻ അറിയില്ല എന്ന് വെച്ചിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാണ്ട് നിൽക്കേണ്ട ഒരാവശ്യവുമില്ല. വീശിയെടുക്കുന്ന അതേ സോഫ്റ്റിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതാ പൊറാട്ട നല്ലോണം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് നമ്മൾ മൈദപ്പൊടി ഒന്ന് വെതറി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു കത്തി വെച്ചിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ പൊറാട്ടൻ്റെ മുകളിലേക്ക് ലൈൻ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പൊറാട്ട നല്ല ലെയറായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ മാവിനെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി.
ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള 10 ബോളും ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ അങ്ങനെ തന്നെ ബാക്കിയുള്ള 10 ബോളും ചെയ്തെടുത്തിട്ടുണ്ട്. ചുടുവെള്ളത്തിൽ കുഴച്ചെടുത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് തന്നെ പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ ബോൾ എടുത്തിട്ട് പരത്തി കൊടുക്കുക. കൈ വെച്ചിട്ട് തന്നെ പരത്തിയെടുത്താൽ മതി. കോലിൻ കൊണ്ട് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കൈയിൻ്റെ സെൻറ്റർ ഭാഗം വെച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്തിട്ട് നമുക്ക് പരത്തിയെടുത്താൽ മതി. പരത്തിയെടുത്തിട്ടുള്ള ഓരോ പൊറോട്ടകളായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഒരു സൈഡ് ആയിക്കഴിഞ്ഞെന്നുണ്ടെങ്കിൽ തിരിച്ചിട്ടിട്ടും അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്ക് പൊറോട്ടനെ കുക്ക് ചെയ്തിട്ടെടുക്കാം. പാന് നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ പൊറോട്ട ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് കഴിഞ്ഞാൽ പൊറോട്ടൻ്റെ മുകളിലേക്ക് ഓയിലാക്കിയിട്ട് വേണം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ തന്നെ ബാക്കി ഓരോന്നായിട്ട് എല്ലാ പൊറോട്ടകളും നമുക്ക് ചുട്ടെടുക്കാം. ഓരോ പൊറോട്ടകളായി ചുട്ടെടുത്ത ശേഷം നമ്മൾ ചൂടാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് മൂടി വെക്കണം. അങ്ങനെ 10 പൊറോട്ടയും ചുട്ടെടുത്ത ശേഷം ചൂട്ടോടുക്കെ തന്നെ നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് നല്ലോണം അടിച്ചെടുക്കണം. എന്നാലേ പൊറോട്ട നല്ല ലെയറായിട്ട് കിട്ടുള്ളൂ. പൊറോട്ട കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. അതേപോലെ തന്നെ നല്ല ലെയറായിട്ടും കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എത്ര പൊറോട്ട വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ചിക്കൻ കറിൻ്റെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള ചിക്കനും കൂടി എടുത്തിട്ട് നമുക്ക് ഈ ഓയിലിലേക്ക് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നോർമൽ മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി. അതിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ 1.5 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേണം കേട്ടോ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത അത്ര ഓയിലിൽ മാത്രം ഫ്രൈ ആക്കി എടുത്താൽ മതി. ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്തെടുക്കണ്ട, ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ ചിക്കനെല്ലാം നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇത് നമുക്ക് ഈ ഒരു എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഈ ഒരു കറി നമുക്ക് പൊറാട്ടൻ്റെ ഒപ്പം അതേപോലെ തന്നെ ചപ്പാത്തി, പത്തിരി എല്ലാത്തിൻ്റെ കൂടെയും കോമ്പിനേഷനായിട്ടുള്ള ഒരു കറിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഈ സെയിം പാനിലേക്ക് തന്നെ ഞാൻ കുറച്ചും കൂടി ഓയിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ മീഡിയം സൈസ് ആയിട്ടുള്ള 2 സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സവാള നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാനിതവിടെ നല്ല അത്യാവശ്യം സൈസിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ 2 മീഡിയം സൈസ് ആയിട്ടുള്ള തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് 2 എണ്ണമാണ് ചേർത്തിട്ടുള്ളത്. എരിവ് കമ്മിയാണെന്നുണ്ടെങ്കിൽ ഒരു 3 to 4 പച്ചമുളക് വരെ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 4 ഉണക്കമുളകും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ടെടുക്കാം. പിന്നെ ഈ കറി എന്ന് പറയുമ്പം നല്ല എരിവായിട്ടുള്ള ഒരു കറിയല്ല കേട്ടോ. അധികം എരിവൊന്നും ഇല്ലാത്ത കറിയാണ്. അതുകൊണ്ട് തന്നെ പച്ചമുളക് അധികം ചേർത്ത് കൊടുക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു 3/4 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പേസ്റ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ പേസ്റ്റ് ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾ പേസ്റ്റ് അല്ല ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയാണ് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ തക്കാളി ചേർത്ത് കൊടുത്ത ആ ഒരു സമയം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കാഷ്യൂസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 3 to 4 മിനിറ്റ് ഒന്ന് വാട്ടിയെടുക്കണം.
3-4 മിനിറ്റ് നല്ലോണം വാട്ടിയെടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പം ഇത് നല്ലോണം ചൂടാറി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ചൂടാറി വന്നു കഴിഞ്ഞാൽ ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഇത് ആ സെയിം പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. കൂടെ തന്നെ ആ മിക്സിൻ്റെ ജാറിൽ കുറച്ചും കൂടി വെള്ളമാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കറിയിൽ ഈ കറി എന്ന് പറയുമ്പോൾ അത്യാവശ്യം തിക്കായിട്ടുള്ള ഒരു കറിയാണ്. അതുകൊണ്ട് തന്നെ വെള്ളം അധികം ഒഴിച്ചു കൊടുക്കാണ്ട് നിൽക്കുക, അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് കറി ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ കറി നല്ലോണം തിളച്ച് വന്നപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇത്ര നേരം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ടെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈ ആക്കിയതും കൂടിയും ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ടാക്കിയതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ കറി പൊറോട്ടൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ കറി ഉണ്ടാക്കാനും സിമ്പിളാണ്. അപ്പോൾ ഇതുവരെ ഈ ഒരു കറിയും അതേപോലെ തന്നെ ഈ ഒരു പൊറോട്ടയും ട്രൈ ആക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു. ബൈ ബൈ.